വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ. നിനക്കായി ഭാഗം 32 തുടരുന്നു. ജീവൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. താൻ എല്ലാവരാലും പറ്റിക്കപ്പെടുകയാണ് എന്നുള്ള ചിന്ത അവനിൽ നിറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ താൻ അറിഞ്ഞ സത്യങ്ങൾ മാത്രം മതിയായിരുന്നു തൻ്റെ ചിന്തകൾ ശരിയാണ് എന്ന് തെളിയിക്കാൻ. എന്നിരുന്നാലും അവസാന ആശ്രയം എന്ന പോലെ അവൻ തൻ്റെ സഹോദരൻ. ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ. നിനക്കായി ഭാഗം 32 തുടരുന്നു. ജീവൻ ഏതാണ്ട് തകർന്ന അവസ്ഥയിലായിരുന്നു. താൻ എല്ലാവരാലും പറ്റിക്കപ്പെടുകയാണ് എന്നുള്ള ചിന്ത അവനിൽ നിറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ താൻ അറിഞ്ഞ സത്യങ്ങൾ മാത്രം മതിയായിരുന്നു തൻ്റെ ചിന്തകൾ ശരിയാണ് എന്ന് തെളിയിക്കും. എന്നിരുന്നാലും അവസാനം ആശ്രയം എന്ന പോലെ അവൻ തൻ്റെ മാതാപിതാക്കളെ നോക്കി. അവരുടെ വായിൽ നിന്നും സത്യം കേൾക്കാനായി അവൻ കൊതിച്ചു. പക്ഷെ തല കുനിച്ച് നിൽക്കുന്നവരെ കണ്ടതും അവൻ്റെ ഉള്ളു വല്ലാതെ പിടഞ്ഞു. ജീവൻ പതിയെ സ്റ്റീവിൻ്റെ അരികിൽ നിൽക്കുന്ന അഥർവിനെ നോക്കി. അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ജീവനൊരു വികാരമില്ലാതെയായിരുന്നു കണ്ടത്. അവൻ പതിയെ സുചിത്രയുടെ അരികിലായി വന്നു നിന്നു. എന്നിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എൻ്റെ അമ്മയല്ലേ? ഈ വ്യക്തി പറയുന്നതല്ല കള്ളമല്ലേ? പറ. ജീവൻ ആകെ തളർന്നു. സുചിത്ര പതിയെ അവനെ നോക്കി. അവൻ്റെ നിറഞ്ഞ കണ്ണുകളും തകർന്ന മുഖവും കാണാൻ അവരുടെ നെഞ്ചു വീണു. പിടച്ചിലൂടെ അവർ ജീവന്റെ മുഖം കൈകളിലെടുത്ത് നെറുകിലമർത്തി ചൂണ്ടിച്ചു. എന്നിട്ട്, അതെ, എൻ്റെ മോനാണ്. അമ്മ വിഷമിക്കാതെ, നിന്റെ അമ്മയാണ് ഞാൻ. കരയരുത്, അമ്മയ്ക്കത് സഹിക്കാനാവില്ല. കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് സുചിത്ര. ജീവൻ സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഥർവിനെ നോക്കി. ജയിച്ചതുപോലെ. കാരണം ആർക്കു വേണ്ടി അവൻ അവൻ്റെ അമ്മയെ വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ ആ കാഴ്ച അഥർവിനെ ഒന്ന് ഉലച്ചു കളഞ്ഞു. ആഗ്രഹിച്ചിട്ടല്ല എങ്കിൽ പോലും അവൻ എന്തോ വല്ലാത്തൊരു വേദന നിറഞ്ഞു. താൻ ആരാണ് എന്നറിയുമ്പോൾ തന്നെ മോനെ എന്ന് വിളിക്കും എന്നൊക്കെ ആഗ്രഹിച്ചു അവൻ സ്വയം ചോദിച്ചു. പക്ഷേ ആ വേദന ഇല്ലാതെയാക്കാൻ പലതും ആ നിമിഷങ്ങളിൽ അവൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു. അവൻ പെട്ടെന്ന് മുഖത്തു നിന്ന് തൻ്റെ വേദനയെ മാറ്റി. എന്നിട്ട് അവരോട് പകയോടെ എന്തോ പറയാൻ തുടങ്ങി. പക്ഷേ അതിന് സമ്മതിക്കാതെ അഥർവിനെ തടഞ്ഞുകൊണ്ട് സ്റ്റീവിൻ്റെ സൗണ്ട് ഹാളിൽ മുഴങ്ങി. എന്തെന്നറിയാൻ തിരിഞ്ഞു നോക്കി അഥർവ് കാണുന്നത് പകച്ചു നിൽക്കുന്ന സ്റ്റീവിനെയാണ്. അത് മിലി മിലി അവൾ സ്റ്റീവ് പതറിക്കൊണ്ടിരുന്നു. അവളെവിടെ? അഥർവും അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ആ റൂമിൽ നിധിയെ കാണാനില്ലെന്ന്. ഞാൻ നിന്നെ സ്റ്റീവിന് വാക്കുകളില്ലായിരുന്നു. അഥർവിനെ നോക്കുന്ന ഇടയിൽ അവൻ പോലും അറിയാതെ നിധിയുടെ കാര്യം അവൻ മറന്നിരുന്നു. സ്റ്റീവിൻ്റെ അഥർവ അവസ്ഥ മനസ്സിലാക്കിയ ആദ്യം മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ്റെ കൈ പിടിച്ച് കാറ്റുപോലെ ഇവരും പാഞ്ഞു. പക്ഷെ അപ്പോഴും അതെല്ലാം കണ്ടുകൊണ്ട് ജീവന് കൂട്ടരും ആ ഹാളിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു, ഒന്നും തന്നെ ചെയ്യാതെ. ഇതേ സമയം കിലോമീറ്ററുകൾ കടന്ന് അപ്പുറം ആലുവ. അവിടെ സ്ഥിതി ചെയ്യുന്ന വമ്പൻ നാലുകെട്ട്, പഴമയുടെ തനിവ് നിർത്തിക്കൊണ്ട് പുതിയ സ്റ്റൈലിൽ പണിതിറങ്ങിയ വലിയ നാലുകെട്ട്. അവിടെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ഹാളിലായി ഇരിക്കുന്ന വലിയ യുദ്ധത്തിൽ 3 പേര്. മൂവരെ കണ്ടാൽ സഹോദരങ്ങളെന്ന് സംശയം തോന്നാതെ പറയുന്ന അത്രയും ഗാംഭീര്യം തിറഞ്ഞ മുഖം. പാഞ്ചിന്യം തറവാട്, സുചിത്രയുടെ തറവാട്. 3 ആൺമക്കളിൽ അവസാനം അവരുടെ അനുജത്തിയായി വന്ന സുചിത്ര എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞാണ് വളർന്നത്. വേണുനാഥവർമ്മ, ദേവനാഥവർമ്മ, സുദർശവർമ്മ. അവരിൽ ഇളയവൾ സുചിത്ര, രാമനാഥൻ്റെയും ശ്രീകുമാരിയുടെയും മക്കൾ. സുദർശൻ ഫോൺ എടുത്ത് കാര്യങ്ങൾ അറിഞ്ഞ ശേഷം തൻ്റെ മൂത്ത സഹോദരന്മാരുടെ അടുത്ത് പോയി കാര്യങ്ങൾ അറിയിച്ചു. അതറിഞ്ഞ ഉടൻ അവർ തങ്ങളുടെ അച്ഛൻ്റെ അടുത്തു നിന്ന് കാര്യങ്ങൾ പറഞ്ഞു. ബുക്ക് വായിച്ചു ഇരിക്കുന്ന ആരോഗ്യവാനായ ഒരു മനുഷ്യൻ, പ്രായം ശരീരത്തിൽ തകർക്കാത്ത ഒരുവൻ, അവരുടെ അച്ഛൻ രാമനാഥൻ. മക്കൾ അയാളോട് എല്ലാ കാര്യങ്ങളും അറിയിച്ചു. ആദ്യം അയാളുടെ കണ്ണിൽ ഞെട്ടൽ നിറഞ്ഞു, ഒപ്പം കൊല്ലാനുള്ള പകയും. എല്ലാം കേട്ടുകൊണ്ട് അയാൾ
തൻ്റെ കയ്യിലെ ഊന്നുവിടുകയും പതിയെ പിടിച്ചെഴുന്നേറ്റു. ഗരുഡന്റെ രൂപം കുത്തിവെച്ച ഒരു ഗംഭീരമായ ഊന്നുവടി. അയാളുടെ മുഖത്ത് നീളത്തിലൊരു മുറിവുണ്ട്. അതാണ് അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. രാമനാഥൻ തൻ്റെ മക്കൾക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് അവൻ്റെ ചോരയെ എല്ലാം ഇല്ലാതിരുന്നു. പിന്നെ ഇതെങ്ങനെ? അയാൾ ദേഷ്യത്തോടെ തൻ്റെ മക്കളെ നോക്കി ചോദിച്ചു. എന്നാൽ തനിക്ക് മുന്നിൽ തല കുടുങ്ങി നിൽക്കുന്നവരെ കണ്ടതും പുച്ഛത്തോടെ തുടർന്നു. എന്തായാലും അവനെ സൂക്ഷിക്കണം, സുജി ഒന്നും അറിയാതിരിക്കാൻ. ഒപ്പം നമ്മളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ മോനെ കൊന്നിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആപത്താണ്, വിഷജാതിയാണ്. സൂക്ഷിച്ചില്ല എങ്കിൽ ചിലപ്പോൾ. അയാൾ തൻ്റെ മുഖത്തായുള്ള മുറിവിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. തുടരുന്നു.